ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് ചെറുപഴം വെച്ചിട്ട് സിമ്പിളായിട്ട് ആവിയിൽ റെഡിയാക്കി എടുക്കാവുന്ന ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതിനായിട്ട് നല്ല പഴുത്തിട്ടുള്ള 3 പഴമാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് അവിലാണ്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് മട്ട അവിലാണ് എടുത്തിട്ടുള്ളത്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഏത് തരം അവിലായാലും കുഴപ്പമില്ല, വെളുത്ത അവിലൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. അപ്പോൾ അത് പൊടിച്ചെടുത്തിട്ടുള്ള നമ്മുടെ അവിൽ ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് റവയാണ്. അപ്പോൾ നമ്മൾ അവിലെടുത്തിട്ടുള്ള സെയിം കപ്പിൽ തന്നെ 1 കപ്പ് റവയാണ് ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കയും പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചെടുത്തത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അടുത്തതായിട്ട് സെയിം കപ്പിൽ തന്നെ 1 കപ്പ് ശർക്കരപ്പാനിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ 1/4 ഭാഗത്തോളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടാണ് ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ റവയും അവിലൊക്കെ ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ ഇതൊന്ന് കുതിർന്ന് വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. അപ്പോൾ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഒരു ഇളം ചൂടോട് കൂടി തന്നെയാണ് ഞാൻ ഈ ഒരു ശർക്കരപ്പാനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ റവയും അവിലൊക്കെ പെട്ടെന്ന് തന്നെ കുതിർന്ന് വരും. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഞാൻ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന 3 പഴം ചെറുതായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് ഉടച്ച് കൊടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതുകൊണ്ട് തന്നെ ഇത് ഉടച്ച് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരത്തിൻ്റെ ഇടയിലായിട്ട് പഴം ഇങ്ങനെ ചെറിയ രീതിയിൽ കടിക്കാനായിട്ട് ഉണ്ടാവും. അപ്പോൾ അത് ഇഷ്ടമല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ആ ഒരു ജ്യൂസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ചെറുപഴം ആയതുകൊണ്ട് തന്നെ ഇടയിൽ കടിക്കുന്ന സമയത്ത് കുറച്ചധികം ഒരു പുളിപ്പ് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് എല്ലാവർക്കും ഒന്നും ഇഷ്ടമാവണമെന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അടിച്ച് ചേർത്ത് കൊടുക്കണമെങ്കിൽ ആ ഒരു രീതിയിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തതാണ്, എന്നാലും ചെറിയ രീതിയിലൊന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ചെറുപഴം ആയതുകൊണ്ട് തന്നെ നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്ന ആ ഒരു സമയത്ത് ചെറിയൊരു രീതിയിൽ ലൂസായിട്ട് വരും. അപ്പോൾ ഒരുപാട് വെള്ളം ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 1 കപ്പ് ശർക്കരപ്പാനി ചേർത്ത് കൊടുത്ത് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറവുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ 1 കപ്പ് ശർക്കരപ്പാനി ഇതിലേക്ക് നല്ല കറക്റ്റ് ഒരു മധുരമാണ് കേട്ടോ കിട്ടുന്നത്. എല്ലാം കൂടെ നല്ല പോലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റോളം നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അവലും നമ്മുടെ റവയൊക്കെ നല്ല പോലെ കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. അപ്പോൾ അത് ഈ ഒരു സമയത്ത് കുറച്ചും കൂടെ ഒരു തിക്കായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മാവ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിനെ ചെറുതായിട്ടൊന്ന് ലൂസ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരുപാട് ലൂസാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ആദ്യം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വേറെ പൊടികളൊന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല, അവലും റവയും മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ആദ്യം ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും വെള്ളം മാത്രമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒന്നിച്ചാണ് ചേർത്ത് കൊടുക്കരുത്, കുറേശ്ശെയായിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്ത് കുറവുണ്ടെങ്കിൽ മാത്രം പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ മാവുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പലഹാരം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സമയത്ത് ബേക്കിംഗ് സോഡ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ എല്ലാം കൂടെ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടൈറ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ മാവുള്ളത്. ഇനി ഇതിനെ നമുക്ക് ഇഷ്ടമുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ആവിയിലൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലുള്ള ചെറിയൊരു പാത്രങ്ങളിലാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പാത്രത്തിനുള്ളിലായിട്ട് ആദ്യം തന്നെ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലത്തെ പാത്രത്തിലാക്കിയിട്ട് തന്നെ ചെയ്തെടുക്കണമെന്നില്ല കേട്ടോ. നമ്മൾ സാധാരണ കിണ്ണത്തപ്പൊക്കെ റെഡിയാക്കി എടുക്കുന്ന രീതിയിൽ ചെറിയ ഒരു കിണ്ണത്തിലൊക്കെ ആക്കിയിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടും നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പാത്രത്തിൻ്റെ പകുതി ഭാഗത്തോളം മാത്രമാണ് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ മാവൊക്കെ ഇതിൽ നിന്ന് വെന്ത് വരുന്ന ആ ഒരു സമയത്ത് നിറഞ്ഞൊഴുകിപ്പോവും. അപ്പോൾ പകുതി ഭാഗത്തോളം മാത്രം മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് നട്ട്സോ കിസ്മിസോ ഒക്കെ ചേർത്ത് കൊടുക്കണമെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇതിന് ഗാർണിഷ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് വേറെ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല, നമ്മുടെ പഴം മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ നമുക്ക് ആവിയിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ ഞാനിവിടെ ആദ്യം തന്നെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുകളിലായിട്ട് അതുപോലത്തെ ഒരു സ്റ്റീമർ വെച്ച് കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ടാണ് നമ്മുടെ പാത്രം വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ സിമ്പിളും നല്ല ഹെൽത്തി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരുപാട് പലഹാരത്തിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷമാണ് ഞാനിതിവിടെ തുറന്ന് നോക്കിയിട്ടുള്ളത്. അതിനുശേഷം ഇതുപോലെ സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു കേക്കൊക്കെ കൂടെ വെന്ത് കിട്ടിയിട്ടുണ്ട്.
ഇനി ഇതിനെ കംപ്ലീറ്റ് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കണം. ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു പാത്രം എൻ്റെ കയ്യിൽ ആകെ 3 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 2 ബാച്ചായിട്ടാണ് ഞാനിവിടെ നമ്മുടെ പലഹാരം റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ കയ്യിലേക്കൊന്ന് കമിഴ്ത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ചൂടാറി പോവാതെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പൊട്ടി പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾ പാത്രത്തിൽ നിന്നും മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലത്തെ പാത്രമൊന്നും ഇല്ലാത്തവർക്ക് നമ്മൾ ഇഡ്ഡലിത്തട്ടിൽ ഒഴിച്ചിട്ടും ഈ ഒരു രീതിയിൽ തന്നെ റെഡിയാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ അത് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പലഹാരമാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഉൾഭാഗമൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒട്ടും തന്നെ ഓയിലോ അതുപോലെ തന്നെ മൈദയോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ നമ്മൾ ശർക്കരയൊക്കെ ചേർത്ത് കൊടുത്ത് ആവിയിൽ റെഡിയാക്കി എടുത്തത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ സിമ്പിളായിട്ടും റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു പലഹാരത്തിൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ.